ഇന്ന് നമ്മൾ ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ മിക്കവരും തന്നെ രാത്രിയൊക്കെ ചപ്പാത്തി കഴിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കിയാലും കുറച്ച് ചപ്പാത്തിയൊക്കെ ബാക്കിയാവും. ബാക്കി വന്നത് കഴിക്കാനാണെങ്കിൽ എല്ലാവർക്കും തന്നെ മടിയാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നമ്മൾ വേണ്ടാവർത്തിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുകയോ ചെയ്യും. പക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ബാക്കി വന്ന ചപ്പാത്തി ഇനി ഇല്ലെങ്കിൽ തന്നെ വേഗം പോയി ചിലപ്പോൾ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കും. അപ്പൊ നമുക്ക് എന്താണ് ഇന്ന് ഈ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടിട്ട് ചെയ്യാന്ന് നോക്കാം കേട്ടോ. ആയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. അപ്പൊ ഞാൻ എല്ലില്ലാത്ത ഒരു 5-6 കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫോ അല്ലെങ്കിൽ എഗ് ആണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമുക്കിനി ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പൊ ദാ ചിക്കൻ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇപ്പൊ നമ്മളെ വീട്ടില് ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, ജീരകമൊട്ടൊക്കെ പൊടിക്കില്ലേ, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പകുതി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കാം. നമുക്കിതിലേക്ക് വീട്ടില് തൈര് ഉണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ചിക്കനില് എല്ലാ മസാലയും ഒന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അരമണിക്കൂറൊന്നും വേണം കേട്ടോ, ജസ്റ്റ് 10 മിനിറ്റ് മാത്രം മതി. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി വേണം. ഇപ്പൊ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരറ്റ്, വെള്ളരിക്ക, ക്യാപ്സിക്കം, ക്യാബേജ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ ഇതിൽ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടില് ഇതിപ്പോ ക്യാരറ്റ് മാത്രം ഉള്ളെങ്കിൽ ക്യാരറ്റ് മാത്രം മതി, അതല്ലെങ്കിൽ വെള്ളരിക്ക ഉള്ളെങ്കിൽ അത് മതി. എല്ലാം വേണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് നീളത്തില് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഇനി ഒരു ബൗൾ എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോ കട്ട് ചെയ്തെടുത്ത എല്ലാ പച്ചക്കറിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുക്കുംബർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ക്യാബേജിന്റെ ഇല മാത്രം ഇങ്ങനെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. സാധാരണ നമ്മൾ ക്യാബേജ് അരിയുന്ന പോലെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിടരുത്. ഇതുപോലെ നീളത്തിൽ വേണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇടാനായിട്ട്. ഒരു പിടി മതി ക്യാബേജിന്റെ ഇല, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മി എടുക്കാം കേട്ടോ. അതാ നന്നായിട്ട് നമ്മൾ പച്ചക്കറിയിൽ ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന ആ സമയത്ത് നമ്മുടെ ചിക്കൻ 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതേ ഞാൻ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ മതി, വളരെ കുറച്ച് എണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ എണ്ണയിൽ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മയോണൈസ് ഒന്ന് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 2 കോഴിമുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കപ്പ് ഓയിലാണ്. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം, ഇനി അതും അല്ലെങ്കിൽ രുചി ഗോൾഡ്, ഏത് വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ മാത്രം എടുക്കരുത്. അപ്പൊ അതാ ഒരു ചെറിയ കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചേർക്കാം, കുറച്ച് നേരം കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ജാറിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ 2 കഷ്ണം മതി. അപ്പോൾ ചെറുതായതുകൊണ്ട് 3 കഷ്ണം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു പിഞ്ചോളം മതി, അധികം ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറക്റ്റ് ഒരു വലിയ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. എന്നിട്ട് വേണം ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അതെ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ഇതിലേക്ക് ഓയില് 3 പ്രാവശ്യമായിട്ടാണ് ചേർക്കേണ്ടത്. ഒറ്റയടിക്ക് ഈ ഒരു കപ്പ് അങ്ങനെ ഒഴിക്കരുത്. ഇത് 3ആയിട്ട് ഭാഗിച്ച് വേണം ഒഴിക്കാനായിട്ട്. അതെ, ആദ്യമേ ഞാനൊരു 3 സ്പൂൺ ഓയില് ഒഴിക്കുവാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ അതേ കുറച്ച് ഓയിൽ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു 10 സെക്കൻഡ് വീതമാണ് കേട്ടോ അടിക്കുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല, സെക്കൻഡ് മാത്രം മതി. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്കൊരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒരു 10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടൊന്ന് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 3 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തപ്പോൾ നല്ല തിക്കായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചപ്പാത്തി, പച്ചക്കറി, ചിക്കൻ, പിന്നെ മയോണൈസ്. അപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് കുറച്ച് മുട്ട ഒന്ന് ചിക്കി വറുത്തെടുത്താലും മതി. ഇനി അതുപോലെ കുറച്ച് ബീഫ് ആണെങ്കിലും മതി. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ പച്ചക്കറി മാത്രം മതി. അപ്പൊ നമുക്ക് ആദ്യമേ ഒരു ചപ്പാത്തി എടുക്കാം. അപ്പൊ ഞാൻ ഒരു ചെറിയ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ വലിയ ഷേപ്പ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഒരു ചെറിയ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് കുറച്ച് മയോണൈസും കൂടെ തേച്ച് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും, നമ്മളൊരു ഷവർമ്മയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഷവർമ്മ എല്ലാവരും ഉണ്ടാക്കുന്നത് കുബൂസ് വെച്ചിട്ടാണല്ലേ. പക്ഷേ നമ്മുടെ വീട്ടിലിപ്പോൾ കുബൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതാ ഫുള്ളായിട്ട് ചപ്പാത്തിയുടെ മീതെ ഫുള്ളായിട്ട് മയോണൈസ് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെജിറ്റബിൾസ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും, പച്ചക്കറിയിലുള്ള ഉപ്പൊക്കെ ഇട്ടില്ലേ നമ്മൾ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പച്ചക്കറി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഫില്ല് ചെയ്യാം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത ഇഷ്ടം പോലെ കുട്ടികളൊക്കെ ഉണ്ടാവും. വീട്ടിലെ എൻ്റെ മോൻ തരി പോലും പച്ചക്കറി കഴിക്കില്ല, മോള് കുറച്ചൊക്കെ കഴിക്കും. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോണ്ടല്ലോ അവൻ കഴിച്ചോളൂ. അപ്പോൾ അതാ പച്ചക്കറി ഇതിൻ്റെ നടുക്കൊന്ന് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മീതെ കുറച്ച് ചിക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് ചിക്കൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെയും നന്നായിട്ടൊന്ന് മയോണൈസും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, പ്രത്യേകിച്ച് നമ്മളിതിൽ വെളുത്തുള്ളി ചേർത്തുകൊണ്ട്. ഇതിൻ്റെ മീതെ ഒന്നും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ഏതാണ്ടൊരു ഷവർമ്മ ഇല്ലേ, കുബൂസ് ഇല്ലാത്ത ഷവർമ്മ. അപ്പോൾ നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് ഒക്കെ കണ്ടോ, നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൊപ്പിക്കൊണ്ട് ഒന്ന് കുത്തി വെച്ചതാണ്, ഒന്ന് സ്റ്റഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു ഷവർമ്മ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഉള്ളതിൽ അത്യാവശ്യം വലിയൊരു ചപ്പാത്തി എടുക്കാം. അപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തും മയോണൈസ് ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ മയോണൈസ് കുറച്ച് മതി, ഓവറായിട്ട് വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണം കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഇത്രയും വലിയ കഷ്ണം വേണ്ട, വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കഷ്ണം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് ഇവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ 2 ഭാഗത്തും നമുക്ക് കുറച്ച് പച്ചക്കറി വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണ്. വളരെ കുറച്ച് മതി. ഇത്രയും പച്ചക്കറി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിൻ്റെ മീതെയും കുറച്ചുകൂടി മയോണൈസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മതി. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ആദ്യമേ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് മടക്കുക. അതിനുശേഷം ഇത് ഇങ്ങോട്ടേക്ക്, അതിനുശേഷം ഇത് ഇങ്ങോട്ടേക്ക്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകം നോക്കി ഓരോ ലെയർ പച്ചക്കറി അതുപോലെ ചിക്കൻ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഐറ്റം, ഇപ്പോൾ ഒരു ചപ്പാത്തി എടുത്തു, അതിൻ്റെ മേലെ കുറച്ച് മയോണൈസ് തേച്ചു, എന്നിട്ട് കുറച്ച് പച്ചക്കറിയും കുറച്ച് ചിക്കനും ഇട്ടു. ഇനി ഇതിൻ്റെ മീതെയും കുറച്ചും കൂടി മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് റോളാക്കി മടക്കി കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. എങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ്. നല്ലതുപോലെ റോളാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ചപ്പാത്തിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വേഗം പോയി ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇനി ബാക്കിയില്ലെങ്കിൽ ചപ്പാത്തി വേഗം ഉണ്ടാക്കി എടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് കൊടുക്കാം കേട്ടോ. അവർക്ക് വളരെ ഇഷ്ടപ്പെടും. നമ്മളെപ്പോഴും പുറത്തുനിന്നല്ലേ ഷവർമ്മയൊക്കെ കഴിക്കാം. വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുബൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ചപ്പാത്തി ആണെങ്കിലും മതി. കുബൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ മണിക്കൂറിന്റെ അധ്വാനം വരും. 2 മണിക്കൂറൊക്കെ ഈസ്റ്റ് ഒക്കെ ഇട്ട് മാവ് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ. നമുക്ക് ചപ്പാത്തി ബാക്കി വന്ന് ഒന്നെങ്കിൽ മൈദയുടെയോ അല്ലെങ്കിൽ ഗോതമ്പിന്റെയോ ആയാലും മതി.
അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്